സംസ്ഥാനത്ത് ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നതോടുകൂടി വിദൂര വിദ്യാഭ്യാസ വിഭാഗം വഴിയുള്ള കോഴ്സുകൾ നിർത്തലാക്കിയതിനു ശേഷം കൂടുതൽ പഠിതാക്കളുള്ള കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഓൺലൈൻ കോഴ്സുകളിലേക്ക് മാറുന്നു. UGCയിൽ നിന്നുള്ള അനുമതിക്ക് വിധേയമായി അടുത്ത ജൂലൈ മുതൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങുമെന്ന് വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ പ്രൊഫസർ CD രവികുമാർ പറഞ്ഞു. BCom, BBA, സോഷ്യോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, അറബിക്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ വിഷയങ്ങളിൽ UG കോഴ്സും അറബിക്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിൽ PG കോഴ്സുമാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഓൺലൈൻ വഴി കാലിക്കറ്റ് സർവകലാശാല സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻസ് തുടങ്ങുക. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ഗ്രേഡിങ്ങിൽ മിനിമം 3.01 ഗ്രേഡുള്ള സർവകലാശാലകൾക്ക് ഓൺലൈൻ കോഴ്സിന് അപേക്ഷിക്കാനുള്ള യോഗ്യത UGC അനുവദിച്ച് നൽകിയിട്ടുണ്ട്. 3.26 അതിനു മുകളിലോ ഗ്രേഡുള്ള സർവകലാശാലകൾക്ക് ഓൺലൈൻ കോഴ്സുകൾ UGCയുടെ മുൻകൂർ അനുമതിയില്ലാതെ തന്നെ തുടങ്ങാനുള്ള അനുമതി UGC നൽകിയത് കാലിക്കറ്റിന് തുണയാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രാവർത്തികമാക്കാൻ ചോദ്യാവലി UGC തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 39ാമത്തെ ചോദ്യം യൂണിവേഴ്സിറ്റികൾ ഓൺലൈനിൽ ഡിസ്റ്റൻസ് വഴിയുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ടോ എന്നതാണ്. ഇത്തരത്തിൽ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് UGC നിശ്ചയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഈ കാര്യത്തിൽ തുണയാകും. ഡിസ്റ്റൻസ് വഴിയുള്ള കോഴ്സുകൾ നിർത്തലാക്കിയതിനു ശേഷം 2024 അധ്യയന വർഷത്തിൽ മലബാറിലെ ആയിരങ്ങൾക്ക് പഠനാവസരമില്ലാതിരുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങുന്നത് ആശ്വാസകരമാണ്. പരീക്ഷ നടത്തിപ്പിന് ഓൺലൈനിലും ഓഫ്ലൈനിലും അവസരം നൽകും. സർക്കാരിൻ്റെ പിടിവാശി കാരണമായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ മറവിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിലെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം വഴിയുള്ള ഡിഗ്രി PG കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നിർത്തലാക്കിയത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇപ്പോൾ +2 കഴിഞ്ഞ് ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം, ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലവർക്കാണ് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും, അതിന് സൈഡായിട്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം എടുക്കാനും താല്പര്യം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും, ഇപ്പോഴത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് പറയുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനും ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ് കാര്യങ്ങൾ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാമെങ്കിൽ പലർക്കും അവരുടെ ഡിഗ്രി എന്ന വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സാധ്യമാകുമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഇതിൻ്റെ കാര്യങ്ങൾ ഉടനടി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.